ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമുക്ക് അടുത്ത രണ്ട് തെർമോഡൈനാമിക് പ്രോസസ്സുകളെ പറ്റി പഠിക്കാം. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സും പിന്നെ അഡയബാറ്റിക് പ്രോസസ്സും. ആദ്യം നമുക്ക് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സ് അല്ലെങ്കിൽ ഐസോ തെർമൽ പ്രോസസ്സിനെ പറ്റി പഠിക്കാം. ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും ഈ പ്രോസസ്സ് നടക്കുന്ന സമയത്ത്. അതായത് നമ്മൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ് തന്നെ നോക്കുക. നമ്മളിവിടെ ഹീറ്റ് സപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ആ സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഹീറ്റ് മുഴുവനും യൂസ് ചെയ്ത് അത് വർക്ക് ഡൺ ചെയ്യും. അല്ലാതെ അതിൻ്റെ അകത്തുള്ള ഈ ഗ്യാസിലെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു സംഭവം മാത്രം ഇവിടെ ചെയ്യുന്നില്ല. അതായത് നമ്മൾ എത്ര ഹീറ്റ് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നോ അത്രയും 100% ഹീറ്റും ആ എനർജി യൂസ് ചെയ്യുന്നത് ഈ വർക്ക് ഡൺ ചെയ്യാൻ വേണ്ടിയായിരിക്കും. അതായത് ഇവിടുത്തെ കേസാണെങ്കിൽ പിസ്റ്റനെ മുകളിലോട്ട് പുഷ് ചെയ്യാൻ. അല്ലാതെ ഇവിടെ ഗ്യാസിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ആ ഹീറ്റ് സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഹീറ്റ് എനർജി യൂസ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സ് അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കും. കാരണം ഇൻറ്റേർണൽ എനർജി, ഗ്യാസിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഹീറ്റ് എനർജി മുഴുവൻ വർക്ക് ഡൺ ചെയ്യാൻ വേണ്ടിയായിരിക്കും യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രോസസ്സിനെയാണ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സ് അല്ലെങ്കിൽ ഐസോ തെർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതിൻ്റെ PV ഡയഗ്രാം നമുക്കൊരു കർവായിട്ടായിരിക്കും കിട്ടുന്നത്. ആ പ്രോസസ്സ് 1, 2 എന്നത് ഒരു കർവായിട്ടായിരിക്കും കിട്ടുന്ന. കർവായിട്ട് കിട്ടാൻ കാരണം അതിൻ്റെ PV ഈക്വൽ കോൺസ്റ്റൻ്റ്, അതായത് പ്രഷറും വോളിയം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിലെ പ്രഷറും വോളിയം അതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു കർവായിട്ടായിരിക്കും നമുക്കത് കിട്ടുന്ന, സ്ട്രേറ്റ് ലൈൻ ആയിരിക്കത്തില്ല. അപ്പോൾ ഈ കർവ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കുക. ഇവിടെ PVT റിലേഷൻഷിപ്പ് നമുക്ക് ഈസി ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ഇവിടെ T1 = T2 രണ്ട് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഈ രണ്ട് ടേംസിനെ നമുക്ക് ഒഴിവാക്കി ബാക്കി ടേംസിനെ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് എഴുതാം. P1 V1 = P2 V2 എന്ന്. അപ്പോൾ ഇതാണ് ഈ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സിൻ്റെ PVT റിലേഷൻഷിപ്പ് ഇക്വേഷൻ. ഇതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇക്വേഷൻസ് 4 ഉള്ളത് നോക്കാം. ഇവിടെ വർക്ക് ഡൺ എന്ന് പറഞ്ഞത് ഇങ്ങനത്തെ രണ്ട് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് കാണാതെ പഠിക്കണം, ഡെറിവേഷൻ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഫൈനൽ ഇക്വേഷൻ മാത്രം നമുക്ക് ഇവിടെ നോക്കാം. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ P1 V1 ln × V2/V1 അല്ലെങ്കിൽ P1 V1 ln × P1/P2. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ കാണാൻ പഠിക്കാൻ നോക്കുക. ഇതാണ് വർക്ക് ഡൺ, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഇവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എത്ര ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു അത്രയും എമൗണ്ട് തന്നെ വർക്ക് ഡൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് 0 ആണ്. ΔU എന്ന് പറയുന്നത് 0 ആണ്. നമ്മൾ ഈ കൊടുക്കുന്ന ഹീറ്റ് ഉപയോഗിച്ച് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യുന്നില്ല, ഇൻറ്റേർണൽ എനർജി കൂടുന്നില്ല, അതായത് ടെമ്പറേച്ചർ കൂടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ΔU എന്ന് പറയുന്നത് 0 ആണ്. ഇവിടെ ഈ TS ഡയഗ്രാം നോക്കുക. TS ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം. എൻട്രോപ്പിയെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ S കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം TS ഡയഗ്രാത്തിൽ അതൊരു സ്ട്രേറ്റ് ലൈൻ, ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിട്ടായിരിക്കും വരുന്നത്. ഇത് സ്റ്റേറ്റ് 1, ഇത് സ്റ്റേറ്റ് 2. പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഒരു സ്ട്രേറ്റ് ലൈൻ ആയിട്ടായിരിക്കും കിട്ടുന്നത്. നമുക്ക് സ്ട്രേറ്റ് ലൈൻ ആയിട്ട് കിട്ടാൻ കാരണം ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. രണ്ട് സ്റ്റേറ്റിൻ്റെ, ഇനിഷ്യൽ സ്റ്റേറ്റിൻ്റെ ഫൈനൽ സ്റ്റേറ്റിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിവിടെ Y ആക്സിസിലോട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ സെയിം പോയിന്റ് തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ സ്ട്രേറ്റ് ലൈൻ, ഹൊറിസോണ്ടൽ ലൈൻ ആയിട്ട് കിട്ടുന്നത്. അതേസമയം എൻട്രോപ്പി ചേഞ്ച് വരുന്നുണ്ട്. ഇവിടെ ഹീറ്റ് സപ്ലൈൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ് ഈ Q = W × ΔU എന്ന് പറയുന്നത്. ഇവിടെ ΔU 0 എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഈ കൊടുക്കുന്ന ഹീറ്റ് സപ്ലൈ മുഴുവൻ യൂസ് ചെയ്യുന്ന വർക്ക് ഡൺ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതായത് Q12 = W12, അതായത് ഈ പ്രോസസ്സ് 1, 2 എന്ന പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള ഹീറ്റ് സപ്ലൈ എന്ന് പറയുന്നത് വർക്ക് ഡണ്ണിന് ഈക്വലൻ്റ് ആണ്. അപ്പോൾ അതായത് വർക്ക് ഡണ്ണിൻ്റെ സെയിം ഇക്വേഷൻ തന്നെ നമുക്ക് ഹീറ്റ് സപ്ലൈഡിനെ യൂസ് ചെയ്യാം. നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഹീറ്റ് സപ്ലൈഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻസ് ഒന്ന് പഠിച്ചിരിക്കുക. ഈ രണ്ട് ഇക്വേഷൻസ് കൂടി ഒന്ന് പഠിച്ചിരിക്കുക. നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സമയത്ത് ഈ ഇക്വേഷൻസ് വേണ്ടി വരും. അപ്പോൾ ഇവിടെ വർക്ക് ഡണ്ണിൻ്റെയും ഹീറ്റ് സപ്ലൈഡിൻ്റെയും ഇക്വേഷൻസ് സെയിം ആണ്. കാരണം ഇവിടെ വർക്ക് ഡൺ = ഹീറ്റ് സപ്ലൈഡ് ആണ്. അല്ലാതെ നമ്മളിവിടെ കൊടുക്കുന്ന ഹീറ്റ് എനർജി ഉപയോഗിച്ച് ഇൻറ്റേർണൽ എനർജി ഒന്നും ഇൻക്രീസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് അഡയബാറ്റിക് പ്രോസസ്സ്. അതിനെ ഐസെൻട്രോപ്പിക് പ്രോസസ്സ് എന്ന് പറയാം. കാരണം ഇതിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് എൻട്രോപ്പിയാണ്. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടുപോലത്തെ എൻട്രോപ്പി, TS ഡയഗ്രാമത്തിലെ എൻട്രോപ്പിയാണ് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അഡയബാറ്റിക് പ്രോസസ്സ് അല്ലെങ്കിൽ ഐസെൻട്രോപ്പിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതും PV ഡയഗ്രാം നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഒരു കർവായിട്ടായിരിക്കും കിട്ടുന്നത്. ഈ കർവിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. PV⁻Γ is a constant എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ ഗാമ എന്ന് പറയുന്നത് CP/CV ആണ്. സ്പെസിഫിക് ഹീറ്റിൻ്റെ റേഷ്യോ CP/CV അതിനെയാണ് ഗാമ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയറിക് എയറിൻ്റെ ഗാമ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് 1.4 ആണ്. ഗാമ എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയറിക് എയറിൻ്റെ ഗാമ വാല്യൂ, കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.4 ആണ്. പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്ന സമയത്ത് ഗാമ = 1.4 എന്ന് തന്നിരിക്കും. അത് നോർമൽ അറ്റ്മോസ്ഫിയറിക് എയർ ആണെങ്കിലാണ് ഈ 1.4 വരുന്നത്. അപ്പോൾ ഇത് ഒരു കർവായിട്ടായിരിക്കും പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്.
അപ്പം ഇവിടുത്തെ ഒരു അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹീറ്റ് ഒന്നും സപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. അതായത് ആ ഗ്യാസിലേക്ക് ഒരു കിലോഗ്രാം ഗ്യാസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്യുകയോ ഹീറ്റ് റിജക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല. ഒരു ഹീറ്റും സപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. പക്ഷേ വർക്ക് ഡൺ അവിടെ നടക്കുന്നുണ്ട്. ഹീറ്റ് സപ്ലൈ ചെയ്യാത്ത വർക്ക് ഡൺ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ ആ ഗ്യാസിൽ ആൾറെഡി ഉള്ള ഇൻറ്റേർണൽ എനർജി യൂസ് ചെയ്തായിരിക്കും അവിടെ വർക്ക് ഡൺ സംഭവിക്കുന്നത്. അപ്പം അങ്ങനത്തെ പ്രോസസ്സിനെയാണ് അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. വർക്ക് ഡൺ ഈസ് ഡൺ ബൈ ദ ഗ്യാസ് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് ഇൻറ്റേർണൽ എനർജി. ആ ഗ്യാസിലുള്ള ഇൻറ്റേർണൽ എനർജി യൂസ് ചെയ്താണ് അവിടെ വർക്ക് ഡൺ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ചെയ്തപ്പം Q = ΔU + W എന്ന ഇക്വേഷനിൽ നോക്കുമ്പോൾ ഇവിടെ Q എന്ന് പറയുന്നത് 0 ആണ്. നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. 0 = ΔU + W എന്ന് നമുക്കിങ്ങനെ റീറൈറ്റ് ചെയ്യാം. ഇവിടെ W = -ΔU എന്ന് കിട്ടും. അതായത് എത്ര ഇൻറ്റേർണൽ എനർജിയാണോ കുറഞ്ഞത് അത് വർക്ക് ഡണ്ണിന് ഇക്വലൻ്റ് ആണ്. എത്ര എമൗണ്ട് ഇൻറ്റേർണൽ എനർജി കുറഞ്ഞോ അത് വർക്ക് ഡണ്ണിന് ഇക്വലൻ്റ് ആണ് എന്ന് കിട്ടും. അപ്പോൾ ഇൻറ്റേർണൽ എനർജി യൂസ് ചെയ്താണ് വർക്ക് ഡൺ ചെയ്യുന്നത്. അല്ലാതെ പുറത്ത് നിന്ന് എക്സ്റ്റേണലായിട്ട് ഹീറ്റ് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല ഈ പ്രോസസ്സ്. അപ്പോൾ ഇതാണ് അഡിയബാറ്റിക് അല്ലെങ്കിൽ ഐസെൻട്രോപിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇക്വേഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻസ് ആണ്. അതിൽ തന്നെ ഈ PVT റിലേഷൻഷിപ്പ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 3 എണ്ണമുണ്ട്. ഇങ്ങനെ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട്. ഇതിൻ്റെ ഡെറിവേഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ഫൈനൽ ഇക്വേഷൻസ് മാത്രം കാണാതെ പഠിച്ചാൽ മതി. ഈ 3 എണ്ണം നിർബന്ധമായിട്ടും പഠിക്കണം. നമുക്ക് വളരെ ഉപയോഗം ഉള്ള 3 ഇക്വേഷൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ PVT റിലേഷൻഷിപ്പ് അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ പ്രഷർ വോളിയം ടെമ്പറേച്ചർ റിലേഷൻഷിപ്പ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 3 സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഉണ്ട്. ഇവിടെ ETS ഡയഗ്രാം ശ്രദ്ധിക്കുക. നമ്മൾ ഐസെൻട്രോപിക് പ്രോസസ്സാണെന്ന് പറഞ്ഞാൽ അതായത് എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വെർട്ടിക്കൽ ലൈനായിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നത്. TS ഡയഗ്രാം ഒരു വെർട്ടിക്കൽ ലൈനായിട്ടായിരിക്കും നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ വെർട്ടിക്കൽ ലൈനായിരിക്കും. ആണ് ഇത് ഈ എൻട്രോപ്പി എക്സ് ആക്സിലോട്ട് പ്ലോട്ട് ചെയ്താൽ സ്റ്റേറ്റ് 1 ആയിരുന്നാൽ സ്റ്റേറ്റ് 2 ആയിരുന്നാൽ സെയിം എൻട്രോപ്പി വാല്യൂ തന്നെ കിട്ടും. അതുകൊണ്ടാണ് ഐസെൻട്രോപിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. എൻട്രോപ്പി ആയിരിക്കും ഇവിടെ കോൺസ്റ്റൻറ്റ്. അതേസമയം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുകയോ ആവാം. അപ്പോൾ ഇതാണ് അഡിയബാറ്റിക് പ്രോസസ്സ്. ഇവിടെ വർക്ക് ഡൺ എന്ന് പറഞ്ഞ ഇക്വേഷൻ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡെറിവേഷൻ പഠിക്കേണ്ട, ഫൈനൽ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ P1 V1 - P2 V2 / γ-1. അതല്ല എങ്കിൽ MR T1 - T2 / γ-1. ഈ 2 ഇക്വേഷൻ നമുക്ക് ആവശ്യമുണ്ട്. ഈ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻസ് പഠിക്കുക. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ഈ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ് MCV × T2 - T1. ഇവിടെ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് ഡണ്ണിന് ഇക്വലൻ്റ് ആണ് എന്ന് നമ്മൾ നേരത്തെ കണ്ടു. അതായത് വർക്ക് ഡൺ = ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. അത് നെഗറ്റീവ് ആണ് എന്നേ ഉള്ളൂ. ഇൻറ്റേർണൽ എനർജി കുറയുന്ന അതിനനുസരിച്ചായിരിക്കും സെയിം എമൗണ്ട് തന്നെയായിരിക്കും അവിടെ വർക്ക് ഡൺ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി കണ്ടെത്താനായിട്ട് ഈ വർക്ക് ഡണ്ണിൻ്റെ സെയിം ഇക്വേഷൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അവിടെ വരുന്ന ഡിഫറൻസ് എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്ന വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ T1 - T2 പകരം T2 - T1 എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി കണ്ടെത്താനായിട്ട് നമ്മുടെ വർക്ക് ഡൺ എത്രയാണോ അതിൻ്റെ സെയിം ഇക്വേഷൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടുത്തെ സൈൻ ഇങ്ങോട്ട് മാറുന്നതേ ഉള്ളൂ. T1 - T2 പകരം T2 - T1 എന്ന ആ ടേം മാത്രം യൂസ് ചെയ്താൽ മതി. അതാണ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ കാണാതെ പഠിക്കുക. പിന്നെ ഹീറ്റ് സപ്ലൈഡ്. ഇവിടെ ഹീറ്റ് സപ്ലൈഡ് 0 ആണ്. നമ്മൾ പുറത്തുനിന്ന് ഹീറ്റ് ഒന്നും സപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇതാണ് ഐസെൻട്രോപിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള ഒരുപാട് ഇതൊന്നും നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. കാരണം ഇതൊന്നും സിലബസിലുള്ളതല്ല. എന്താണ് അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന ബേസ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ബേസ് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് സപ്ലൈ ഇവിടെ നടക്കുന്നില്ല. ഹീറ്റൊന്നും സപ്ലൈ ചെയ്യാതെ തന്നെ ഗ്യാസിലുള്ള ഇൻറ്റേർണൽ എനർജി യൂസ് ചെയ്തായിരിക്കും ആ സമയത്ത് വർക്ക് ഡൺ നടക്കുന്നത്. അപ്പോൾ അതിനെയാണ് അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ 3 ഇക്വേഷൻസ് നിർബന്ധമായി നിങ്ങൾ പഠിച്ചു വെക്കൂ. കാരണം നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വർക്ക് ഡണ്ണിൻ്റെയും ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയുടെയും ഇക്വേഷൻസും കൂടെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രയാണ് അഡിയബാറ്റിക് പ്രോസസ്സും ഐസോതെർമൽ പ്രോസസ്സും ഈ 2 എണ്ണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ മുതൽ നമ്മൾ ആക്ച്വലായിട്ടുള്ള ടോപ്പിക്സ് ഓരോന്നായിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.